അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ഡൈജു. ഞാൻ കോതമംഗലം നെല്ലിമറ്റം മെഗഡവയിൽ നിന്ന് വരുന്നു. ഞാൻ ഇസ്രായേലിൽ 5.5 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഏപ്രിൽ 17 ഇസ്രായേലിൽ നിന്ന് ഇവിടെ ലീവിന് വന്നതാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് എനിക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട ഡേറ്റ് ജൂൺ 7 മുമ്പ് എനിക്ക് കയറി ചെല്ലണമായിരുന്നു. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാനൊരു മെഡിക്കൽ ചെക്കപ്പ് സാധാരണ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഒരു സംശയം കാരണം ഡോക്ടർ എൻ്റെ ഹാൻഡിന് പെയിൻ ഉള്ളതുകൊണ്ട് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ MRIയിൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഹാൻഡ് ടിയർ അടിച്ചിട്ടുണ്ടായിരുന്നു, 2 സിസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ സോഫ്റ്റ് ബോൺ 2 ഫ്രാക്ചർ ആയിട്ടിരിക്കുമായിരുന്നു. ഞാൻ ഇസ്രായേലിൽ വെച്ച് എക്സ്റേ എടുത്തായിരുന്നു. പക്ഷേ എക്സ്റേയിൽ സോഫ്റ്റ് ബോണിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കയ്യിൽ ബാമൊക്കെ തേച്ച് കൊണ്ടിരുന്നു. അപ്പോൾ സാധാരണ ബോൺ ഒടിഞ്ഞപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള വേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇസ്രായേലിലേക്ക് എൻ്റെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കോതമംഗലം ധർമ്മേരിയിൽ നിന്ന് എൻ്റെ അടുത്ത് അവിടെ ചെയ്യാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റൽ രാജഗിരിയിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ രാജഗിരി ഹാൻഡിൻ്റെ മാത്രം നോക്കുന്ന ഡോക്ടറെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹാൻഡിന് സർജറി ചെയ്തു. അപ്പം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 2 മന്ത് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് 7 അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് അവിടെ എൻട്രി ചെയ്തിരിക്കണം, ആ 7 മുമ്പ് അവിടെ കയറിയിരിക്കണം. അങ്ങനെയാണ് ഇസ്രായേലിലെ നിയമം. അപ്പോൾ എനിക്ക് പോകാനതിന് മുമ്പ് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള റീഎൻട്രി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ച് ജൂൺ 3 ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ എൻ്റെ വിസയൊക്കെ ഓക്കെ ആയിരുന്നു. എൻ്റെ റീഎൻട്രി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആ കമ്പ്യൂട്ടറിൽ ആ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇസ്രായേലോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് എൻട്രി വിസ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒത്തിരി സങ്കടത്തോടെ ഞാൻ തിരിച്ചു പോകുന്നു. ഇസ്രായേലിലെ ഒരു പ്രത്യേകതയുണ്ട്, മെഡിക്കലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പിന്നെ അവിടെ ഫുൾ ചെക്ക് ചെയ്തിട്ട് അവിടെ കയറ്റത്തുള്ളൂ, ഒരു ഉറപ്പുമില്ല പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 2 മന്ത് റെസ്റ്റ്. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നപ്പം ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. അച്ഛനെ കണ്ടു, ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. അന്നേരം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഹാൻഡിന് പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് പോകാൻ നേരത്തുള്ള മെഡിക്കൽ ചെക്കപ്പിലാണ് ഇത് എല്ലാം അറിഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്പോർട്ടും എൻ്റെ പോകാനുള്ള ആ പഴയ റീഎൻട്രിയുടെ ടിക്കറ്റും എല്ലാം അച്ഛൻ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നായിരുന്നു. അന്ന് ഹസ്ബൻഡും ഞാനും ഉടമ്പടി നേരത്തെ എടുത്തായിരുന്നു. ഹസ്ബൻഡ് അന്ന് തന്നെ പിന്നെയും ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. ഉടമ്പടിയിലെ എല്ലാ ജീവിത മാർഗത്തിലൂടെ നയിച്ചു. അടുത്ത മാസം 12 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസം തികയുന്നത്. ഇവിടെ നിന്ന് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഇന്നലെ യാദർശികമായിട്ട് അവിടെ നിന്ന് എൻ്റെ നോക്കണ അമ്മച്ചിയുടെ ഫാമിലി എല്ലാം ഇടപെട്ടു. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സാധാരണ അവിടെ ഒരിക്കലും നടക്കാറില്ല. റീഎൻട്രി എന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേക എൻട്രിയാണ്. അവിടെ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് 2 മാസത്തിന് അച്ഛനെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് വിസ വന്നു. അവിടെ നിന്ന് അടുത്ത വ്യാഴാഴ്ച ഞാൻ തിരിച്ചു കയറി പോവുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഞാൻ എനിക്ക് തന്ന പത്രങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും കൊടുത്തു. ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചു, അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു. എന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും ഞാൻ ബൈബിളിൽ വായിക്കുമായിരുന്നു. എൻ്റെ ഹാൻഡിന് പെയിൻ അല്ലാത്ത സമയത്ത് ഞാൻ എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നാണ്. ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ എന്നും കുർബാന കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഫലമായി മാതാവ് പ്രത്യേകമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് പോയ അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് 17 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഡേറ്റ് ആണല്ലോ. അപ്പോൾ അന്ന് തന്നെ വിസ വന്നെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക്
എപ്പോഴും ഞാൻ മൊബൈലെടുത്ത് നോക്കും, വന്നോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ എൻട്രി പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് അതിനു വേണ്ടി. അങ്ങനെ എനിക്ക് മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇസ്രായേലിലായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നായിരുന്നു. അപ്പോൾ കോതമംഗലം ധർമ്മയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് ICU കയറ്റി CCUവിൽ അഡ്മിഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ടെൻഷനായിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ദേഹത്തും ചെസ്റ്റിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകണേന്ന് പറഞ്ഞു. അങ്ങനെ TMT എന്ന് പറഞ്ഞ വലിയൊരു ടെസ്റ്റ് ചെയ്തു, ട്രോപ്പായി എന്ന് പറഞ്ഞ വലിയൊരു ടെസ്റ്റ് ചെയ്തു. അതെല്ലാം നോർമലായി. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അങ്ങനെ മാതാവും ഈശോവും വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചതിന് 1000 നന്ദി. എനിക്ക് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദൈവമായിട്ട് കൂടുതൽ ഇടപെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടു ദൈവം. പിന്നെ എനിക്കൊരു പ്രത്യേക വചനം ദൈവം എനിക്ക് ഇതിലൂടെ തന്നെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വചനം. ഞാൻ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ എന്നും ബൈബിൾ വായിച്ചു. എന്നും കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ദൈവവുമായിട്ട് ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, പൈസ ഇല്ലാത്തവരൊക്കെ പൈസ കൊടുത്ത് സഹായിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുവഴി, ഈ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റി. ഈ എല്ലാ അനുഗ്രഹവും തന്നെ ഈശോയ്ക്ക് ഞാൻ 1000 ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അഞ്ജു ഡൈജു എന്ന ഈ കപ്പിൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എൻട്രി വിസ ക്യാൻസലായിരുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും അത് നിരാകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ സാക്ഷികളിലൂടെ ഒന്ന് ഏറ്റുപറയുന്നത്. എല്ലാം ഈ മകൾ വിവരിച്ചതുപോലെ തന്നെ യാതൊരു സാധ്യതകളുമില്ല. കാരണം മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ കൂടി അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഈ മകൾ ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആ വീട്ടിലെ കുടുംബക്കാർ ഇടപെട്ടെങ്കിലും അത് ഇടപെടാനുണ്ടായ സാഹചര്യമെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമാണെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് റീ എൻട്രിയിൽ തിരിച്ചു പോകാൻ പോലും സാധ്യമല്ലായിരുന്നു. പക്ഷേ മകൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ധൈര്യം ഉണ്ടായി, ഒരു മനോവിശ്വാസമുണ്ടായി, എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കാരണം അച്ഛൻ്റെ പ്രാർത്ഥന അത്ര വലുതാണ്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും എല്ലാ ബലഹീനതകളെയും അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള വിശുദ്ധി ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്, അച്ഛന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ 40 വർഷത്തെ ദിവ്യബലിയുടെ യോഗ്യതയാലാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സാധിച്ചു തരുന്നത്. 2 മാസത്തിൻ്റെ അവധിയിൽ ഈ മകൾക്ക് ലഭിച്ചത്, സമയച്ചുരുക്കമെന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് എൻട്രി വിസ ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ചെസ്റ്റ് പെയിൻ മാറി, എല്ലാം ECG എല്ലാം നോർമലായതായി സാക്ഷ്യപ്പെടുത്തുന്നു. നാം എവിടെയാണോ നമ്മുടെ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ആചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഈശോ കൺക്ലൂഡ് ചെയ്ത വലിയ ദൈവകൽപ്പന അതാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക, നിൻ്റെ ദൈവം നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരു വലിയ സിദ്ധാന്തം, വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന നാം എന്നാണോ പാലിക്കാൻ തുടങ്ങുന്നത് അവിടെയെല്ലാം ഈശോ കൃത്യമായി നമുക്ക് സാധ്യതകൾ തുറന്നു തരും എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ പൂർണ്ണമായി വിശ്വസിക്കാം. അഞ്ജുവിനും ഡേജുവിനും ലഭിച്ച, കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടെ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിയോടെ നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.